ഹായ് ഫ്രണ്ട്സ്, ഓണക്കതയെ അടുത്തെത്തിയില്ലേ? നമ്മുടെ ഓണസദ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണല്ലേ കാളൻ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ പച്ചക്കറികളൊക്കെ വെച്ച് ഈസി ആയിട്ട് എങ്ങനെ കാളൻ ഒരു 5 മിനിറ്റിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പച്ചക്കായാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളരിക്കയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന ചേനയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം പച്ചക്കറി കഷ്ണമായിട്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് പച്ചക്കായാണ്. അപ്പോൾ നന്നായി ഒന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് വേവാൻ പാകത്തിനാണ് ഞാൻ അവിടെ കഷ്ണങ്ങളാക്കി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അത് വേറൊരു പച്ചക്കറി ആണെങ്കിൽ കൂടി നിങ്ങൾ ഇതുപോലെ തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കി എടുത്താൽ മതി. അതിനുശേഷം ഇവിടെ ഞാൻ കുക്കറിൽ ഉപയോഗിച്ചാണ് വേവിക്കുന്നത്. കുക്കർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിസിലൊന്നും ഇടണ്ട. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു 1/2 ഗ്ലാസ് മുതൽ 3/4 ഗ്ലാസ് വരെ വെള്ളം ഒഴിക്കുക, കായൊന്ന് വെന്ത് കിട്ടാൻ പാകത്തിന്. എന്നിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കായ ആഡ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളാണ് ആഡ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്താൽ മതി, കാരണം കാളൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ തന്നെ ഒരു മഞ്ഞ കളറാണ്. അപ്പോൾ അതിനനുസരിച്ച് മഞ്ഞപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടി ആഡ് ചെയ്യണം. അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി കിട്ടുമ്പോഴാണ് കാളൻ ആവുള്ളൂ. അപ്പോൾ അതൊക്കെ കൂടി എല്ലാം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെക്കുക. ഒരു 3-4 മിനിറ്റ് വേവുമ്പോഴേക്കും കായ വെന്ത് കിട്ടും. പിന്നെ ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. അതിലേക്ക് 2 കൊച്ചുള്ളിയും കുറച്ച് ജീരകവും 1/2 ടേബിൾ സ്പൂൺ ജീരകവും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം ഒഴിക്കുക, കാരണം കാളൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരു കുറുകിയ കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതിലേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇടണം. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. എന്നിട്ട് അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കായൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ആ വെന്ത കായയിലേക്ക് നമ്മൾ ഈ മിശ്രിതം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് യൂണിഫോം ആയിട്ട് എല്ലാവരും എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മോരിന് പുളി കുറവാണെങ്കിൽ കുറച്ച് പുളി പിഴിഞ്ഞ് വേണമെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ആഡ് ചെയ്യാം. കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. അധികം പുളിയായാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ആവശ്യത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് പുളി ആഡ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നിങ്ങൾ ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട്, ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം ആവശ്യത്തിന് മാത്രം. അത് അല്ലെങ്കിൽ മോര് ആഡ് ചെയ്തിട്ട് ചേർത്താലും മതി. അടുത്തായി നമ്മളിതിലേക്ക് മോര് ചേർക്കണം. മോര് ഞാൻ അവിടെ എടുത്തിരിക്കുന്ന മോരെന്ന് പറയുന്നത് സാധാരണ മോര് നേരിട്ട് ഒഴിക്കുമ്പോൾ കട്ട ഉണ്ടാവും. അപ്പോൾ ഒരു തവണ മിക്സിയിലൊന്ന് അടിച്ചിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. നല്ല കട്ട തൈര് നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. മോര് ആഡ് ചെയ്തതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. പക്ഷേ ആ സമയത്ത് മാക്സിമം സ്വിമ്മിൽ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, കാരണം മോര് പിരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് കൈ വിടാതെ ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ നന്നായി എല്ലാ ഭാഗത്തും ഇതിൽ നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കാളൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിലേക്ക് താളിച്ച് ചേർക്കലാണ്. അപ്പോൾ അതിനായിട്ട് ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക്, കുറച്ച് കറിവേപ്പില, 1-2 വറ്റൽമുളക് ചെറുതായി കഷ്ണങ്ങളാക്കി അരിഞ്ഞത്. എന്നിട്ട് അതൊക്കെ കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി ചെറുതാക്കി അരിഞ്ഞത്. ആ കൊച്ചുള്ളിയുടെ മണം കൂടി കിട്ടുമ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും വരുന്നത്. അതൊക്കെ കൂടി നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള കാളനിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അത് എല്ലാ ഭാഗത്തേക്കും മിക്സ് ആവുന്ന രീതിയിൽ നന്നായി ഒന്ന് ഇളക്കി സംയോജിപ്പിക്കുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. കുറച്ചുകൂടെ നേരം ഇരുന്ന് കഴിയുമ്പോൾ ഒന്നുകൂടെ കുറുകും. അപ്പോൾ ഈസി ആയിട്ടുള്ള കാളൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്.